ഇത് കണ്ടോ? നിന്നിവിടുത്തെ അങ്കാക്ക നോക്കിയപ്പോഴാ എനിക്ക് അടി കിട്ടിയേ. സാരില്ല കേട്ടോ. ദേ ഇവിടത്തെ അമ്മയുടെ സാരിയത് എനിക്ക് ഇവിടുന്ന് കിട്ടുന്ന ആദ്യത്തെ സമ്മാനാ. നീ നല്ലതുപോലെ വളർന്നു ഒരുപാട് പൂവൊക്കെ തന്നാ എനിക്ക് ഇനി സമ്മാനങ്ങൾ കിട്ടുന്ന തോന്നണേ. നീ വേഗം വളരണം കേട്ടോടി. ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടാ. 916456569461. ഓക്കേടേ, ശരി, ഓക്കെ എന്നാ. ദാസേട്ടന്റെ മോള് സുന്ദരിയാണല്ലോ, വില്ലേജ് ബ്യൂട്ടി. ഇവിടുത്തെ കുറെ ഫ്രോഡ് പെണ്ണുങ്ങൾ വെച്ച് നോക്കുമ്പോ ഇവൾക്കൊരു മാലാക ലുക്കൊക്കെ ഉണ്ട്. എങ്ങനെ ഒരെണ്ണം നമ്മുടെ മുമ്പിൽ ആദ്യമായിട്ടാ. ഒന്ന് മുട്ടി നോക്കിയാലോ. ഇവനേതേ കുട്ടിച്ചാത്തൻ. ഓ, വില്ലേജ് ഗൈസിന്റെ പ്രേ ടൈം ആണെന്ന് തോന്നുന്നു. ഇപ്പൊ ഡിസ്റ്റർബ് ചെയ്യണ്ട. പ്രൈസ്ലെസ്. അമ്മ 25 കൊല്ലം മുമ്പ് അച്ഛന് നൽകിയ പ്രണയ സമ്മാനം. വർഷങ്ങളായിട്ട് നിന്നെ ഞാൻ സൂക്ഷിക്കുക. വാടിക്കരിഞ്ഞാലും ചെമ്പരത്തിപ്പൂവിന് എപ്പോഴും ഒരു സുഗന്ധമുണ്ട്. ഇവിടെ ഇനി എത്ര ചെമ്പരത്തിപ്പൂ വിരിഞ്ഞാലും നീയാണ് എന്നും എന്റെ ഫേവറേറ്റ്. മൈ എവർഗ്രീൻ ചെമ്പരത്തി. ഹലോ, അതെ, ഫംഗ്ഷനിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും യെസ്,
മുണ്ടും കസവ് സാരിയും ഉച്ചയ്ക്ക് മുമ്പ് വേണം. ഓക്കെ. ആ എവിടെ? എല്ലാ എംപ്ലോയീസിനും വിളിച്ചിട്ടില്ലേ? യെസ് മാം. ഉം. ഇവിടെയുള്ള ബന്ധുക്കളും എംപ്ലോയീസും എല്ലാരും എത്തിയിട്ടുണ്ട്. അവർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് റെഡിയാണ് സർ. എല്ലാം തറവാട് മണ്ഡപത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഗുഡ്. ഉം. ഞങ്ങളുടെ 25ാം വെഡിംഗ് ദിനത്തിൽ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി ഭർത്താവിന് മാത്രം പേന സമ്മാനിച്ചുവെന്നും മറ്റുള്ളവർക്ക് ഒന്നും നൽകിയില്ലെന്നും ആരും കുറ്റം പറയരുത്, മനസ്സിലായോ? യെസ് മാം. എല്ലാവരും എത്തിയിട്ടും ദാസേട്ടനെ കണ്ടില്ലല്ലോ. ക്ഷമിക്കണം മാഡം, വലിയ കുഞ്ഞിനെ ഓഫീസിലേക്ക് വന്നപ്പോ വണ്ടി റെഡിയാണ്. എപ്പോഴും ഡ്യൂട്ടി എന്നുള്ള വിചാരമേ ഉള്ളൂ ദാസിന്, അല്ലേ ദാസേ? ഗുഡ്. വർക്ക് ഈസ് വർഷിപ്പ് എന്നാണ് പ്രമാണം. അതാണ് വേണ്ടതും. ഞാനിപ്പോ എല്ലാവർക്കും ഓരോ ഗിഫ്റ്റ് കൊടുക്കുക. ദാസേട്ടനുണ്ട്, അതിനെ വിളിപ്പിച്ച്. ചേച്ചി, ആനന്ദ് ജോലിക്കാർക്കെല്ലാം 2 മാസത്തെ ശമ്പളം ബോണസായി കൊടുത്തു കഴിഞ്ഞില്ലേ? പിന്നെന്തിനാ ഇപ്പൊ ഇങ്ങനൊരു ഗിഫ്റ്റ്? ആ, പലതുള്ളി പെരുവെള്ളമെന്ന് ചേച്ചി ഓർക്കുന്നത് നല്ലതാ. നിർത്ത്. ആനന്ദ് ബോണസ് കൊടുത്തത് എംപ്ലോയീസിന്റെ സന്തോഷത്തിനാ. ഞാനിപ്പോ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഈ വെഡിങ് ഡേ ആരും മറക്കാതിരിക്കാനും. വിലാസിനെ, ആർക്ക് എന്ത് എപ്പ കൊടുക്കണമെന്ന് ഈ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിക്ക് അറിയാം. ആവശ്യമില്ലാത്ത സ്ഥലത്ത് അഭിപ്രായം വേണ്ട. സഹദേവൻ, ലിസ്റ്റ് വായിക്കും. രാമചന്ദ്രൻ പിള്ള, ചീഫ് സെക്യൂരിറ്റി ഓഫീസർ. സഹദേവൻ, സഹദേവൻ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാ. എനിക്ക് എന്തിനാ ഏട്ടത്തി ഈ ഗിഫ്റ്റ് ഒക്കെ? എന്റെ ഏട്ടനും ഏട്ടത്തി സന്തോഷത്തോടുകൂടി കഴിയുന്നത് കാണുന്നതാ എനിക്ക് ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം. വിവരക്കേട് പറയാതെ അടങ്ങിയിരിക്കും മനുഷ്യ. ചേച്ചി ഒരു നല്ല ദിവസം സന്തോഷത്തിന് തരുന്നല്ലേ. അതുകൊണ്ട് വേണ്ടെന്ന് പറയാൻ പാടില്ല. നിങ്ങക്ക് വേണ്ടെങ്കിൽ എനിക്ക് വാങ്ങി തന്നേക്ക്. നിനക്ക് തരാനോ? എടി, ഒരു പക്ഷെ കിട്ടുന്നത് വല്ല ഷേവിംഗ് സെറ്റോ ഷൂസോ വല്ലോ ആണെങ്കിൽ നീ അതെങ്ങനെ ഉപയോഗിക്കും? നിങ്ങൾ വേണ്ടാത്തതേ പറയൂ. സന്തോഷത്തോടെ തരുന്നത് സന്തോഷത്തോടെ വാങ്ങണം. ഇനി ഒരാളുടെ പേരും കൂടെ ഉണ്ടല്ലോ. ദാസേട്ടൻ. കമല. ദാസേട്ടാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് സംശയിക്കേണ്ട ദാസേട്ടാ, പ്രമാണം തന്നെയാ. 25 വർഷത്തെ സാരഥിക്ക് വിശ്വസ്തതയ്ക്കുള്ള സമ്മാനം. ദാസേട്ടൻ താമസിക്കുന്ന ഔട്ട് ഹൗസ് ദാസേട്ടന്റെ പേരിലാക്കി എഴുതി തന്നതിന്റെ പ്രമാണം. മാഡത്തിന്റെയും സാറിന്റെയും ഈ വലിയ മനസ്സുണ്ടല്ലോ, അത് മറ്റൊന്നിനും പകരാവില്ല. 1 കോടി പുണ്യം കിട്ടും. വിലാസിനെ, ഓ, ദാ
അയ്യേ. ചേച്ചി ഇതെനിക്ക് ഒട്ടും ചേരാത്ത നിറമായിപ്പോയി. മാത്രമല്ല ഒരു ചീപ്പ് ലുക്കും. വിലാസിനെ, ഇത് ചീപ്പ് ലുക്കല്ല, ചീപ്പ് സാരിയാ. സോറി, എന്റെ കയ്യില് കാശ് കുറവായതുകൊണ്ട് ഇതേ വാങ്ങാൻ പറ്റുള്ളൂ. കമല, ലെറ്റ്സ് ഗോ. ഇത് കൊടുത്താ ഞാൻ കുറച്ചുകൂടി ഡള്ളായി പോവും. ചേച്ചി എന്നെ പരിഹസിച്ച് കൊച്ചാക്കിയതാ. ഏട്ടത്തിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ പരിഹസിക്കുകയല്ല, നിന്റെ കരണക്കുറ്റിക്കൊന്ന് പൊട്ടിച്ചനെ. എന്തായാലും നിനക്കിത് ഇഷ്ടപ്പെട്ടില്ലല്ലോ, നീ ഇതങ്ങ് നശിപ്പിച്ചു കളഞ്ഞു. നശിപ്പിക്കാൻ പോകുന്നത് ഈ സാരിയല്ല, അവരുടെ 25ാം വെഡിങ് ആനിവേഴ്സറിയാ. കണ്ണാടി അമ്മ തന്നെ ചിന്തിക്കുമ്പോഴുമ്പോ എന്താണ് ഒരഴക്. ഞാൻ തന്നെ എന്നെ കണ്ണു വെക്കുമ്പോഴുണ്ടേ എന്റെ ഭഗവാനെ. എന്തിനാ കല്യാണി ചേച്ചി ഇങ്ങനെ അണിഞ്ഞൊരുങ്ങുന്നേ? നമുക്ക് അങ്ങോട്ട് പോവാൻ പറ്റില്ല, പ്രത്യേകിച്ച് ചേച്ചിക്ക്. ഇപ്പൊ നിനക്ക് ഞാൻ തരണുണ്ടാ, മിണ്ടാണ്ട് ചിലക്കണ കണ്ണാടി പിടിച്ചടാ. നമ്മൾ ഉത്സവത്തിന് പോകുമ്പോ എല്ലാവർക്കും അടുത്ത് നിന്ന് ദേവിയൊക്കെ തൊഴാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ എന്തുട്ടാ ചെയ്യണേ? ദൂരെ ഒരു കോണിൽ നിന്ന് ഉത്സവം കണ്ടിട്ട് ഇങ്ങ് തിരിച്ചു പോരും. അതുപോലെ ഈ കല്യാണിയും ആരും കാണാതെ ദൂരെ മാറി നിന്ന് വെഡിന്റെ ആഘോഷങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് പോരും. അതിനാർക്കും കുഴപ്പമില്ലല്ലോ. ഉണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല. മനസ്സിലായോ? കൊള്ളാട്ടാ. ദൂരെ നിന്ന് പരിപാടി കാണണേനാണോ അരട്ടിന് പൗഡർ എരി പൂഷണേ? ഒന്ന് അടങ്ങി ചെക്ക. ഒരു പക്ഷേ അച്ഛൻ സമയത്ത് വന്ന് അഖിലാണ്ടേശ്വരി വിളിക്കുന്നു പറഞ്ഞാലോ? അപ്പൊ ഞാനൊരു ദേവതയെ പോലെ പോണ്ടടാ. കാണുന്നവരൊക്കെ കണ്ടുപിടിച്ച് ചോദിക്കണം, ഇതാരാ ജൂനിയർ അഖിലാണ്ടേശ്വരി അമ്മയാണോന്ന്. എങ്ങനെ? തൃച്ചംബരത്ത് ജൂനിയർ അഖിലാണ്ടേശ്വരി അമ്മയാണോന്ന് കേട്ടോടാ നീ? ഞാനതല്ല ആലോചിക്കണേ, ഇതിപ്പോ കൊറേ നേരമായി തുടങ്ങി ഒരുക്കല്ലേ. അപ്പ ചേച്ചിയുടെ കല്യാണത്തിന് 2 ദിവസം മുമ്പേ ഒരുങ്ങി തുടങ്ങണ്ടേ? എന്റെ അനിയൻകുട്ടാ, ഈ കല്യാണ ചേച്ചി കല്യാണത്തിന് ഒരുക്കുന്നത് ആരാ? ബ്യൂട്ടീഷ്യന്മാരാ, ബ്യൂട്ടീഷ്യന്മാര്. ഞാൻ സ്വയം അല്ല, മനസ്സിലാവണോണ്ടാ പൊട്ടാ.
ബിന്ദുട്ടാ പെട്ടെന്ന് വാടാ, സമയായിട്ടാ. ശ്ശോ, എന്റെ ദൈവമേ, എന്താ മോളെ നീ കാണിക്കുന്നത്? നന്നായിട്ടില്ലേ അച്ഛാ? ഫംഗ്ഷൻ എല്ലാരും കൂടി ഡ്രസ്സൊക്കെ ആവും ഇടണേ. അപ്പൊ ഈ കല്യാണിക്ക് അവരോടൊക്കെ പിടിച്ചു നിക്കണ്ടേ, അതാ ഇപ്പൊ ഇട്ടത്. ദാസേട്ടാ, നിങ്ങളുടെ മകളോട് അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് നടക്കാൻ പറഞ്ഞോണം. ഇനി ഒരവശകുനം പോലെ ഇവളെന്റെ കൺമുന്നിൽ വരാൻ പാടില്ല, മനസ്സിലായോ? മോളെ, ആരെങ്കിലും വന്ന് കാണുന്നതിന് മുമ്പ് നീ ഡ്രസ്സൊക്കെ ഒന്ന് അഴിച്ചു മാറ്റ്. അച്ഛാ, എനിക്ക് വേറെ പുതിയതൊന്നും ഇല്ല അച്ഛാ. എല്ലാരും പുതിയ ഡ്രസ്സൊക്കെ ഇട്ടു വലിയ പത്രോസായിട്ട് വരുമ്പോ. അതിന് നിങ്ങൾ എവിടെയും പോകുന്നില്ല, വീട്ടിനകത്തിരിക്കുന്നേ ഉള്ളൂ. ഞാൻ മോളോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ നാട്ടിൽ ഉത്സവത്തിന് പോകുമ്പോ ഈ ഡ്രസ് ഇട്ടാ മതിയെന്ന്. ചേച്ചിക്ക് ഞാൻ പറഞ്ഞാണേ ഫംഗ്ഷൻ ഒന്നും പോണ്ടാന്ന്. അത് പറഞ്ഞപ്പോ എന്തുട്ടം വഴക്കായിരുന്നു. ഇപ്പൊ അച്ഛൻ പറഞ്ഞ കേട്ടില്ലേ? നീ ഒന്ന് പോയേ അച്ഛാ. ഈ നാട്ടിലുള്ള എല്ലാവർക്കും കാണാം, പിന്നെ ഇവിടുത്തെ ഡ്രൈവറുടെ മകളായ എനിക്ക് എന്താ ഒന്ന് കണ്ടാല് കഷ്ടമല്ലേ അച്ഛാ? പ്ലീസ്. മോളെ, നീ അന്ന് അവിടെ വന്ന് സാരി വലിച്ചു കയറിയില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഇപ്പം നിന്നെ കൺമുമ്പ് കണ്ടുപോരുന്നാ മാഡം പറഞ്ഞിരിക്കുന്നത്. വേണ്ട മോളെ, അത് ശരിയാവില്ല. നിങ്ങൾ വീട്ടിലിരുന്നാ മതി. അച്ഛാ പ്ലീസ് അച്ഛാ, ഞാൻ ദൂരെ നിന്ന് കണ്ടോളാം അച്ഛാ. ആർക്കും ഒരു ശല്യം ഉണ്ടാക്കൂലെന്നേ. അച്ഛാ പ്ലീസ് അച്ഛാ, പ്ലീസ്. വേണ്ട, പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഫംഗ്ഷൻ കഴിഞ്ഞ് വരുമ്പോ അച്ഛൻ ഫുഡ് കൊണ്ടുവന്നോളാം, അത് മതി. അച്ഛൻ പറയുന്ന കേൾക്ക്, എന്റെ മക്കളല്ലേ, അച്ഛന് പേടിയാ, അതാ കഥകടച്ചിരിക്കാൻ പറഞ്ഞ. അച്ഛൻ പോയിട്ട് വരാം. മോനെ, ചേച്ചിയെ നോക്കിക്കോളാം കേട്ടാ. ശരി അച്ഛാ. ചേച്ചി അച്ഛൻ പറഞ്ഞ കേട്ടല്ലോ. മറികടന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല. പോയാൽ ആപത്താ. ഒരാപത്തുമില്ല. ഇനിയിപ്പൊ അച്ഛൻ എത്ര വഴക്ക് പറഞ്ഞാലും ശരി, നീ ഇവിടെ ലക്ഷ്മണനെ പോലെ എന്ത് രേഖ വരച്ചാലും ശരി, ഈ സീത ഈ രേഖ കടന്ന് പോയിരിക്കും. അച്ഛൻ ഒരു കുഴപ്പമുണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ടാ പോയത്, ഓർമ്മ വേണം. ചേച്ചി വേണ്ട. ഒരു കുഴപ്പമുണ്ടാവാൻ പോകുന്നില്ല. നീ വന്നേടാ, വാട ചക്ക.